കൂട്ടുകാരെ, എൻ്റെ ഏറ്റവും പുതിയ ശിഷ്യൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഈ സ്റ്റോറി കണ്ടപ്പോണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. കാരണം എൻ്റെ അത്ര പൊക്കത്തിൽ നിൽക്കുന്ന എൻ്റെ ഈ ശിഷ്യൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം എടുത്തത് ഞാനാണ്. അതുപോലെ തന്നെ ഇവൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയും ഞാനാണ് എടുത്തത്. പിന്നെ വീട് പാല് കാച്ച് പല ബർത്ത്ഡേകളിലും എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 11 വയസ്സൊക്കെ ആയപ്പോൾ ഈ ലാലു ഇവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇവനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആളിയാ ഇവന് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇൻട്രസ്റ്റാണ്, എൻ്റെ മൊബൈലിലൊക്കെ നല്ല ഫോട്ടോ എടുക്കുന്നെന്ന്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞടാ നീ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞാൻ ലാലുവിൻ്റെ അടുത്ത് പറഞ്ഞു, അളിയാ നീ അവനൊരു ക്യാമറ വാങ്ങിക്കൊടുക്കണം, ഞാൻ നന്നായിട്ട് ഫോട്ടോ എടുക്കുമെന്ന്. എന്നെ ഞെട്ടിച്ചത് അടുത്ത ദിവസം തന്നെ ലാലു അവൻ്റെ മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനൊരു ക്യാമറ വാങ്ങിക്കൊടുത്തു. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോൾ ഈ ലാലുവിനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയാ ഇവൻ എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുകയാണ്, പഠിക്കുകയൊന്നുമില്ലെന്ന്. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എടാ നീ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുകയാണെങ്കിൽ എൻ്റെ കൂടെ ശിഷ്യനായിട്ട് കൂട്ടാൻ. അപ്പോൾ അവൻ ഒന്ന് ഞെട്ടി, ചേട്ടാ എല്ലാത്തിനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞു നിന്നെ മാക്സിമം നോക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുത്തിയിരുന്നൊരു പഠിത്തം അങ്ങ് പഠിച്ചു. ഒരു Aയും ബാക്കി എല്ലാ A+. അങ്ങനെ ഏറ്റവും കിട്ടില്ല സ്കൂളിൽ ഇപ്പോൾ +1 +2 പോവുകയാണ്, കൂടെ ഫോട്ടോഗ്രാഫി. ഞാനങ്ങനെ ശിഷ്യനായിട്ട് അങ്ങ് കൂടി. നമ്മൾ വാക്ക് പാലിക്കണമല്ലോ. പിന്നെ ഈ ന്യൂജൻ പയ്യന്മാരുമായിട്ട് കൂട്ടുണ്ടല്ലോ, നമ്മളെ ഒരു കൊച്ചു പയ്യനായിട്ട് നിർത്തും. ഇതൊക്കെ കണ്ട് ഇനി എൻ്റെ വയസ്സൊന്നും കണക്ക് കൂട്ടി പിടിക്കണ്ട, നമ്മളിപ്പോഴും ന്യൂജനാ. ബൈ ബൈ.